ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरि ओम तत्सत। हरे कृष्ण. സോ നമ്മളത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 7-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകം അല്ലേ? 26-ാമത്തെ ശ്ലോകം. Yes, Prabhuji. 26. वेदाहं समतीतानि वर्तमानानि चार्जुन भविष्यानि च भूतानि मां तु वेद न कश्चन। वेदाहं समतीतानि वर्तमानानि चार्जुन भविष्यानि च भूतानि मां तु वेद न कश्चन. सिमी माताजी. Hare Krishna. Vedaham samatitani vartamanani charjuna bhavishyani cha bhutani mam tu vedana kaschana. Bhavina Mataji translation വായിക്കും. Hare Krishna. Personality of Godhead. I know everything that has. I cannot see it. O Arjuna, as the Supreme Personality of Godhead, I know everything that has happened in the past, and all that is happening in the present, and all things that are yet to come. And I also know all living entities, but me no one knows. Very good. O Arjuna, as the Supreme Personality of Godhead, I know everything that has happened in the past, all that is happening in the present, and all things that are yet to come. I also know all living entities, but me no one knows. ഭഗവാൻ അർജുനോട് പറയുന്നത്, എനിക്ക് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ നന്നായിട്ട് അറിയാം, എന്നെ ആർക്കും അറിയാനും പറ്റില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു സംശയം എനിക്ക് നിങ്ങളോട് ചോദിക്കാണ്. ഭഗവാൻ പറയുന്നത് പാസ്റ്റും പ്രസന്റും, പാസ്റ്റ് നമുക്കറിയാൻ പറ്റും, പ്രസന്റും ഓക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫ്യൂച്ചർ എങ്ങനെ അറിയാൻ പറ്റുക? ഫ്യൂച്ചർ നമ്മുടെ ഫ്രീ വില്ലല്ലേ? ഭഗവാൻ നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഫ്രീ വില്ലില് നമ്മളാണ് തീരുമാനിക്കുക എന്താണ് ചെയ്യുന്നത്. ഭഗവാൻ അതിൽ കൈ കടത്തില്ല. അപ്പൊ ഫ്യൂച്ചർ എങ്ങനെ ഭഗവാൻ അറിയാൻ പറ്റുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാനെ നമ്മൾ എന്ത് ഭാവിയിൽ ചൂസ് ചെയ്യുന്നുള്ളത് പോലും കാണാൻ സാധിക്കും പ്രഭു. യെസ്. നമുക്ക് ഫ്രീ വില്ല് തന്നില്ല. നമ്മുടെ ഫ്രീ വില്ല് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് ഭഗവാൻ അറിയാം. ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോ ഭഗവാൻ നമ്മൾ എന്താണ് ചൂസ് ചെയ്യാൻ പോകുന്നത്,
എങ്ങനെയാണ് ആ ഫ്രീ വില്ല് എക്സസൈസ് ചെയ്യാൻ പോകുന്നത് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അറിയില്ലല്ലോ. ഭഗവാൻ നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഭഗവാൻ നമ്മുടെ ഓരോ നീക്കങ്ങളെയും, ഓരോ ജീവാത്മാക്കളുടെ നീക്കങ്ങളെയും, അവരുടെ ആഗ്രഹങ്ങളും, അവരെ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു, എന്താണ് അതിന്റെ ഭവിഷ്യത്ത്, എല്ലാം ഭഗവാൻ അറിയാം. നമുക്കറിയാൻ പറ്റില്ല. നമ്മൾക്കറിയാൻ പറ്റില്ല ഫ്യൂച്ചറിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരാള് നമ്മൾ വഴി പോകുന്ന സമയത്ത് ഒരാൾ എന്നെപ്പോൾ അടിച്ചു ഒരു കാരണമില്ലാണ്ട്, എൻ്റെ റിഫ്ലെക്സ് ആക്ഷൻ എന്തായിരിക്കും? ഞാനും ഒന്ന് കൊടുക്കും അല്ലേ? ചില സമയത്ത് പേടിയുണ്ടായിരുന്ന വലിയ യുനോ ബിഗ് മാൻ, സ്റ്റൗട്ട് മാൻ വന്നിട്ട് അടിക്കുകയാണെങ്കിൽ എൻ്റെ റിഫ്ലെക്സ് ആക്ഷൻ ഞാൻ അവിടെ നിന്ന് ഓടും. രണ്ടാമതൊരു അടി കിട്ടാതിരിക്കാൻ വേണ്ടി നോക്കും അല്ലേ? നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റില്ല എന്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. പല സമയത്തും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ആലോചിക്കുക, അയ്യോ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്കും കൂടി നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യും അടുത്ത മൊമെന്റ് എന്നുള്ളത്. പക്ഷെ ഭഗവാൻ അറിയാം. അതാണ് ഭഗവാൻ പറയുന്നത്, ഓ അർജുന, ആസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, I know everything that has happened in the past or that is happening in the present and all things that are yet to come. അപ്പോ നാരദ മഹർഷി ഒരു ചെരുപ്പ് കുത്തിയും ഒരു ബ്രാഹ്മണനും കണ്ടു വഴിക്ക് അല്ലെ. എന്നിട്ട് ഭഗവാൻ വിഷ്ണുവിന്റെ അവിടെ ചെന്ന് ചോദിച്ചു, ആർക്കാണ് പെട്ടെന്ന് മുക്തി കിട്ടുക? ഒരു ചെരുപ്പ് കുത്തിക്ക് എപ്പോൾ മുക്തി കിട്ടും? ബ്രാഹ്മണന് എപ്പോൾ മുക്തി കിട്ടും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ചെരുപ്പ് കുത്തിക്ക് ഈ ജന്മത്തിൽ തന്നെ കിട്ടും, ബ്രാഹ്മണന് എത്രയും ബില്യൺ ജന്മം എടുക്കേണ്ടി വരും. ഭഗവാൻ എങ്ങനെ അറിയുന്നത്? പാസ്റ്റിൽ വരാൻ പോകുന്നതാണ്. എത്രയോ ബില്യൺ ലൈഫ്സ് കഴിഞ്ഞിട്ടാണ് കാണിച്ച. ബ്രാഹ്മണന് ഇപ്പോഴും ആ ഭഗവാന്റെ മഹത്വം അല്ലെങ്കിൽ ഭഗവാന്റെ ഭഗവത്വം ഇതുവരെ മനസ്സിലായിട്ടില്ല. ജന്മകർമ്മച്ച മേദിവ്യം ഏവം യോ വേത്തി തത്വത തെക്വാദേഹം പുനർജന്മ നൈതി മാമേതി സ്വർജന. അപ്പൊ ഭഗവാന്റെ ജന്മത്തെയും ഭഗവാന്റെ ആ കർമ്മത്തെയും ആരാണോ തത്വത്തിൽ മനസ്സിലാക്കുന്നത് അവർക്ക് മാത്രമേ ഇത് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. ആ ജനമരണ ചക്ര പ്രക്രിയയിൽ കൂടെ പോകേണ്ടി വരും. ഇതെല്ലാം ഭഗവാൻ അറിയാം. അപ്പോൾ അവിടെ ആ ചെരുപ്പ് കുത്തിക്ക് യാതൊരു സംശയം തോന്നിയില്ല. നാരദ മഹർഷി പറഞ്ഞു, എന്താണ് ഭഗവാൻ അവിടെ വൈകുണ്ഠത്തിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ചെരുപ്പ് കുത്തിയുടെ, അതായത് വലിയൊരു ആനയെ ഒരു സൂചിയുടെ ദ്വാരത്തിൽ കൂടെ കടത്തായിരുന്നു. അപ്പോൾ ചെരുപ്പ് കുത്തി യാതൊരു അത്ഭുതം തോന്നിയില്ല. അതിനിപ്പോൾ എന്താ പ്രശ്നം അല്ലേ? ഒരു പ്രശ്നമില്ലേ? ചെറിയൊരു ആലിൻ്റെ വിത്ത്, അതിൽ ഇത്രയും വലിയ ആലിനെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വലിയ ആനയെ ഒരു ചെറിയ സൂചി കൂടെ ഓർക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ ബ്രാഹ്മണന് അതെങ്ങനെ സാധിക്കുക? ഇത്രയും വലിയൊരു ആന ഇത്രയും ചെറിയ ഒരു ദ്വാരത്തിൽ കൂടെ കടത്താൻ പറ്റുമോ? അദ്ദേഹത്തിന് സംശയം തോന്നി. ഭഗവാന്റെ ആ ഭഗവത്വം അല്ലെങ്കിൽ മഹത്വം അപ്പോഴും അദ്ദേഹത്തിന് സംശയമായിരുന്നു. അപ്പോൾ ഭഗവാന്റെ ആക്ടിവിറ്റീസിനെ മനസ്സിലാക്കാനുള്ള ആ കഴിവ് ബ്രാഹ്മണനായിരുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഇത്ര ജന്മം കഴിഞ്ഞാലും കിട്ടും. പക്ഷെ ഭഗവാൻ മെഴ്സിഫുൾ ആണ്. ഭഗവാന് തീർച്ചയായിട്ടും അത്രയും മില്യൺ ജന്മം ഇല്ലാണ്ട് തന്നെ അതിന് ചുരുക്കാനും പറ്റും. അപ്പൊ അപ്പോഴത്തെ ആ ഒരു സാഹചര്യം വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്രയോ മില്യൺ ലൈഫ് ടൈംസ് എടുക്കും. പക്ഷെ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, ഭക്തന്മാരുടെ കൃപയുണ്ടെങ്കിൽ അത് അതേ ലൈഫിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ലൈഫിലും ചെയ്യാൻ പറ്റും. ബ്രാഹ്മണന് ആ ഒരു കൺവിക്ഷൻ വേണം. അത് വരുന്നവരെ സമ്മതിക്കില്ല. കൺവിക്ഷൻ വേണം. ഭഗവാനാണ് എവരിതിങ്. ഭഗവാന് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ള ആ ഫേം ദൃഢനിശ്ചയം, ഫേം കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഭഗവാൻ അറിയാം. ഭഗവാൻ അതെല്ലാം നമ്മളുടെ മനസ്സ് എങ്ങനെ മാറുന്നു, നമ്മളുടെ തീരുമാനങ്ങൾ മാറുന്നു, ഇതെല്ലാം ഭഗവാന് മനസ്സിലാക്കാൻ പറ്റും. So here the question of personality and impersonality is clearly stated. If Krishna, the form of the Supreme Personality of Godhead, were Maya, material, as the impersonalists consider him to be, then like the living entity, he would change his body and forget everything about his past life. Anyone with a material body cannot remember his past life, nor can he foretell his future life, nor can he predict the outcome of his present life. Therefore, he cannot know what's happening in past, present, and future. Unless one is liberated from material contamination, he cannot know past, present, and future. നമ്മളെല്ലാം എംബോഡിഡ് ബീയിങ് ആണ്. നമ്മൾ ദേഹം ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജന്മത്തിൽ മനുഷ്യൻ, അടുത്ത ജന്മത്തിൽ വേറെ മൃഗങ്ങളായിരിക്കും, പക്ഷികളായിരിക്കും, അല്ലെങ്കിൽ ദേവതമാരായിരിക്കും. അപ്പം നമ്മൾ എംബോഡിഡ് ബീയിങ്സ് ആണ്.
അപ്പോൾ എംബോഡിഡ് ബീങ്സിന്റെ ലിമിറ്റേഷൻ എന്താ, നമുക്ക് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ മുഴുവൻ അറിയാൻ പറ്റില്ല. ഇപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അൺലെസ് വൺ ഈസ് ലിബറേറ്റഡ് ഫ്രം ഇറ്റ് ഹി കനോട്ട് നോ പാസ്റ്റ് പ്രസന്റ്. അപ്പോൾ ഈ 3 ഗുണങ്ങളിലും അതീതമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അറിയാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭഗവാനെ പോലെ അറിയാൻ പറ്റില്ല, അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഭഗവാൻ അറിയുന്ന പോലെ ഈവൻ മുക്താത്മാക്കൾക്കും കൂടി പറ്റില്ല. മുക്താത്മാക്കള് ആധ്യാത്മിക ലോകത്തുണ്ട്, പക്ഷെ ഭഗവാനെ പോലെ അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സച്ചിദാനന്ദമാണ്, നമുക്കും അതായത് മുക്താത്മാക്കൾക്കും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അറിയാം ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ. നോട്ട് ഭഗവാനെ പോലുള്ള അതിൽ വരില്ല, എല്ലാം അറിയാം ഭഗവാൻ കാരണം ഈസ് ഒംനിസിയന്റ്, എല്ലാ കാലത്തുള്ളതും മുഴുവനും 100% അറിയാൻ പറ്റും. നമുക്കത് പറ്റില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ ബദ്ധാത്മാക്കളെ കമ്പയർ ചെയ്യുമ്പോൾ മുക്താത്മാക്കളായിട്ടുണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു നോ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. പിന്നെ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ അറിയാൻ പറ്റും. ആ ഭഗവാന്റെ കൃപാപാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ലെവലിൽ നമുക്ക് എത്താൻ പറ്റും. So unlike the ordinary human being, Lord Krishna clearly says that he completely knows what happened in the past, what is happening in the present, and what will happen in the future. In the 4th chapter, we have seen that Lord Krishna remembers instructing Vivaswan, the sun god, millions of years ago. അപ്പോൾ അറിയാം, അതായത് അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, അതെങ്ങനെയത് ഭഗവാന് വിവസ്വാൻ, ഭഗവാൻ അതായത് എൻ്റെയും അങ്ങയുടെയും ഒരേ വയസ്സാണ് അല്ലേ, ഏകദേശം ഒരേ വയസ്സാണ്, സമകാലീനരാണ്, കോണ്ടംപററീസ് ആണ്. എങ്ങനെ എത്രയോ ബില്യൺ മുമ്പ്, അതായത് സൂര്യനാരായണൻ എന്നുള്ള ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് വിവസ്വാന് പറഞ്ഞു കൊടുത്തു ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതെങ്ങനെ ഓർക്കാൻ കഴിയുന്നത്? അപ്പോൾ പറയുന്നുണ്ട് അല്ലേ, in the 4th chapter, we have seen that Lord Krishna remembers instructing Vivaswan. Vivaswan പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവത്ഗീത. Sun got millions of years. Krishna knows every living entity because he is situated in every living being's heart as the super soul. But despite his presence in every living entity as super soul and his presence as the supreme personality of Godhead, the less intelligent, even if able to realize the impulse of Brahman, cannot realize Sri Krishna as the supreme person. Certainly the transcendental body of Sri Krishna is not perishable. It's just like the sun, and Maya is like a cloud. In the material world, we can see that there is the sun and there are clouds and different stars and planets. Bhagwan, Suryane polum, Maya, cloud ne polum, le, Meghangale polum, and different stars and planets are also there. The clouds may cover all these in the sky temporarily, but this covering is only apparent to our limited vision. Okay? അപ്പോൾ മേഘങ്ങള് ഭഗവാനെ ടെമ്പററി ആയിട്ട് കവർ, ആക്ച്വലി ഭഗവാൻ സൂര്യനെ ടെമ്പററി ആയിട്ട് കവർ ചെയ്യുന്നത്. ആക്ച്വലി സൂര്യനെ കവർ അല്ല, നമ്മളുടെ വിഷനാണ് കവർ ചെയ്യുന്നത്. സൂര്യനെ കവർ ചെയ്യാൻ പറ്റില്ല, ആക്ച്വലി നമ്മളുടെ വിഷനാണ് കവർ ചെയ്യുന്നത്. ഒന്ന് വിചാരിക്കുമോ സൂര്യൻ പിന്നെ ക്ലൗഡ്സ് മറച്ചു വെച്ചു, നമ്മളുടെ വിഷനാണ് കവർ ചെയ്യപ്പെടുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു കോയിൻ എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടുത്ത് വെച്ചാൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ കോയിൻ സൂര്യനെ മറിക്കുന്നതാണ് നമ്മുടെ വിഷൻ. അത്രയേ ഉള്ളൂ, അതിൻ്റെ പെർഫെക്റ്റ് അല്ല നമ്മുടെ വിഷൻ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ചെറിയൊരു കോയിനെ കൊണ്ട് നമുക്ക് ഇത്രയും വലിയ ജൈജാൻറ്റിക് ആയിട്ടുള്ള സൂര്യഭഗവാനെ നമുക്ക് കാണാനുള്ള കഴിവില്ല. അത് പ്രഭാത ന്യൂയോർക്കിലെ സ്ട്രീറ്റിൽ അവിടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് കണ്ടു. അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, കൺസ്ട്രക്ഷൻ നടന്നത്, റോഡ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടു. ഓക്കെ, ടെമ്പററി ഇൻകൺവീനിയൻസ് പെർമനൻറ്റ് സൊല്യൂഷൻ, പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് റോഡ് കൺസ്ട്രക്ഷനിൽ. അത് ആ റോഡ് കൺസ്ട്രക്ഷൻ കാരണം ടെമ്പററി ഇൻകൺവീനിയൻസ് ഉണ്ട്, പക്ഷേ ഫോർ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ പ്രഭാതം നോക്കി ചിരിച്ച് പറയുന്നു, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ടെമ്പററി സൊല്യൂഷൻ, ടെമ്പററി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പെർമനൻറ്റ് ഇൻകൺവീനിയൻറ്റ്. അതാണ് മെറ്റീരിയൽ വേൾഡ്. ടെമ്പററി ഇംപ്രൂവ്മെൻ്റ് ആണ്,
ബട്ട് പെർമനന്റ് എന്താണ്? ഇൻകൺവീനിയൻസ് ആണ്. മറ്റേ വേൾഡ് ലൈക്ക് ദാറ്റ്. ഇവിടെ അവർ തിരിച്ചെഴുതുന്നു മാത്രം. അങ്ങനെയല്ലേ നമ്മുടെ എല്ലാം ഇവിടെ നമ്മൾ സുഖമായാലും ശരി ദുഃഖമായാലും എല്ലാം ടെമ്പററി ആണ്. ഡിഫറെന്റ് ഫേസസ് ഓഫ് ടൈം അല്ലേ? അത് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ആ ഇമ്പ്രൂവ്മെന്റ് എപ്പോഴും കിട്ടുന്നത് ഇവിടുന്ന് ആധ്യാത്മിക ലോകത്തിൽ പോകുമ്പോൾ ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഈ സണ്ണിനെ, മൂണിനെ, സ്റ്റാർസിനെ എല്ലാം ആര് കവർ ചെയ്യുന്നു? ക്ലൗഡ്സ് കവർ ചെയ്യുന്നു. സിമിലർലി മായ കനോട്ട് കവർ ദ സുപ്രീം ലോർഡ്. മായ, അതായത് ഞാൻ പറയില്ലേ, ക്ലൗഡ് സൂര്യ ഭഗവാനെ കവർ ചെയ്യുന്നു. പക്ഷേ അത് നമ്മളുടെ വിഷനാണ് കവർ ചെയ്യുന്നത്. അതേപോലെ മായയ്ക്ക് ഭഗവാനെ കവർ ചെയ്യാൻ പറ്റില്ല. By his internal potency, he is not manifest to the less intelligent class of men. As it is stated in the 3rd verse of this chapter, out of millions and millions of men, some try to become perfect in this human form of life. And out of thousands and thousands of such perfected men, hardly one can understand what Lord Krishna is. Even if one is perfected by realization of impersonal Brahman or localized Paramatma, he cannot possibly understand the Supreme Personality of Godhead, Sri Krishna, without being in Krishna consciousness. അപ്പോൾ നമ്മൾ കൃഷ്ണാവബോധത്തിൽ വരാതെ, അത് പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഭഗവാന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് തന്നെ പറയുന്ന ബഹുനാം ഏതാണ് ഇവിടെ ശ്ലോകം? ഔട്ട് ഓഫ് മില്യൺസ് ഓഫ് മെൻ സം ട്രൈ ടു മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാമപി സിദ്ധാനാം കശ്ചിത് മാം വേതി തത്വതഃ എന്നാണ് പറയുന്നത്. അത്ര ഈസിയല്ല ഭഗവാനെ മനസ്സിലാക്കാൻ. many millions of men try to become perfect in this human form, and out of thousands of such perfected men, hardly one can understand what Lord Krishna is. അപ്പോൾ നമുക്ക് അത്രയും സുഹൃതി, നമുക്ക് അത്രയും പയസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് വൺ എമംഗ് thousands and thousands of men ആയിട്ട് നമുക്ക് ആവാൻ പറ്റുള്ളൂ. സോ അത്രയും പയസ് ക്രെഡിറ്റുള്ള ആൾക്കാർ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ അത്രയും പയസ് ക്രെഡിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അത് പല ജന്മങ്ങളും എടുത്തിട്ടാണ്, ആ പല ജന്മങ്ങളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഭക്തിയുത സേവനം ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സ്റ്റേജിലേക്ക് എത്തുള്ളൂ. such a person is very very rare എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഇനി ക്വസ്റ്റ്യൻസ് ഓർ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സോറി, ഭഗവാനെ സംശയിക്കല്ല. നമുക്ക് ഫ്രീ വിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പ്രഭുജി? അതില് ഭഗവാൻ ഇടപെടില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല. അപ്പം ഭഗവാൻ നമ്മുടെ പൂർവജന്മ കർമ്മങ്ങൾ അനുസരിച്ചായിരിക്കില്ലേ വിധി ഇപ്പൊ കണ്ടിരിക്കുന്നത്? നമ്മൾ ചിലപ്പം ചീത്ത ആൾക്കാരാണെങ്കിലും പിന്നെ ഇത്തിരി നല്ലതാവാൻ തോന്നുന്നു. ഭഗവാന്റെ മേഴ്സി കൊണ്ട് തന്നെ കണക്ഷൻ കിട്ടുന്നത്. പക്ഷെ പെട്ടെന്ന് അത് നമ്മളും കൂടെ അക്സെപ്റ്റ് ചെയ്യണല്ലോ. നമ്മുടെ ഫ്രീ വില്ലല്ലേ. അപ്പൊ അങ്ങനെ മാറിക്കൂടെ എന്നാ ഞാൻ ചോദിക്കുന്നത്. അതന്നെ, ആ മാറ്റം ഭഗവാൻ അറിയാൻ പറ്റും. നമ്മൾ ഭഗവാൻ, അതായത് നമ്മള് സ്ട്രേറ്റ് റോഡുണ്ട്, വളഞ്ഞ റോഡുണ്ട്. നമ്മള് ആദ്യം കുറച്ച് സ്ട്രേറ്റ് റോഡ് കൂടെ പോയി, പിന്നെ നമ്മുടെ മനം മാറി. ആ മനം മാറ്റം ഭഗവാൻ കാണും മുൻകൂട്ടിയിട്ട്. അപ്പൊ നീ സ്ട്രേറ്റ് ആയിട്ട് പോയില്ല, അവൻ വളഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ അതും കൂടി ഭഗവാന് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നില്ല, പക്ഷെ മനസ്സ് എങ്ങനെ ചലിക്കുന്നു, ഏത് വഴി കൂടെ പോകുന്നു എന്ന് ഭഗവാന് മുൻകൂട്ടി കാണാൻ പറ്റും. ഹി വിൽ നോട്ട് ഇന്റർഫിയർ. നമ്മളുടെ ആ വഴി കൂടെ തന്നെ നമ്മൾ പോകും, പക്ഷെ ഭഗവാന് നേരത്തെ കൂട്ടി അറിയാൻ പറ്റും നമ്മൾ ഇങ്ങനെ തന്നെ സഞ്ചരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സിമി മാതാജിക്ക് അറിയാം, ഒരു പ്രോഗ്രാം ചെയ്താൽ അല്ലെ, അത് എങ്ങനെ അത് പോവും, ആ പ്രോഗ്രാം വർക്ക് ചെയ്യും, ഫങ്ഷൻ ചെയ്യും. കാണിച്ച പ്രോഗ്രാം ചെയ്ത ആളാരാണ്? മനുഷ്യരാണ്. അവർക്കറിയാം എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെ ഫങ്ഷൻ ചെയ്യും. അതേപോലെ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മളൊക്കെ, വിഭിന്നമല്ല. നമ്മളെല്ലാം ഭഗവാനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഭഗവാന്റെ അംശങ്ങളായ നമ്മളെ എങ്ങനെ നമ്മൾ എവിടെ ടേൺ ചെയ്യും, എവിടെ റിവേഴ്സ് അടിക്കും എല്ലാം ഭഗവാൻ അറിയാം.
അല്ലെങ്കിൽ ഭഗവാൻ ഭഗവാൻ ആവില്ല. ഭഗവാൻ പറഞ്ഞാൽ ഓംനിസെന്റ്, ഓൾ നോവർ, എല്ലാം അറിയുന്ന ആളാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഭഗവാന് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒന്നുമില്ല. ഇൻകംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ഈസ് നോട്ട് ഭഗവാൻ. ഓക്കെ, വേറെ എന്തെങ്കിലും? പ്രഭുജി, അപ്പൊ നമ്മളിങ്ങനെ തെറ്റി പോകുമ്പോ ഭഗവാൻ അവിടുന്ന് എന്തെങ്കിലും ഇത് കാണിച്ചു തരുമോ? ലൈക്ക് എനി നമ്മൾ പോയിന്റ് യെസ്, നമ്മൾ തെറ്റാണ് ചെയ്യണമെന്നുള്ളത്? തീർച്ചയായിട്ടും. ആദ്യം 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ പറഞ്ഞു തരും. അപ്പൊ നമ്മളും തന്നെ നമ്മുടെ മക്കളോട് ഓക്കെ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ പറയും. പിന്നെ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ വിടും. എത്ര പ്രാവശ്യം പറയാം? അതുകൊണ്ട് നമുക്ക് ഇൻസ്പിറേഷൻ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീനേജേഴ്സ് ഓക്കെ പിയർ പ്രഷർ കാരണം സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന സമയത്ത് നല്ല സ്വഭാവമായിരിക്കും. കോളേജിൽ പോയാൽ പിയർ പ്രഷർ കാരണം ചിലപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ കമ്പനിയിൽ വരുമ്പോൾ കുട്ടികൾ പറയും, സീനിയേഴ്സ് അല്ലെങ്കിൽ കൂടെയുള്ള പിയേഴ്സ് പറയും, ഇത് സിഗരറ്റ് വലിക്കേണ്ട സ്വാതന്ത്ര്യം നിനക്കില്ലേ? അച്ഛനെ പേടിയാണ്, അമ്മയെ പേടിയാണ്, എന്തിനാ പേടിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ? നമുക്ക് പ്രായപൂർത്തിയായി 18 വയസ്സായി, ഇനിയിപ്പോൾ എന്തിനാ അവരോട് ചോദിക്കുന്നത്? നീ ആണാണോ? ഈ മീശയൊക്കെ വെച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു ഈഗോ അവിടെ ക്രഷ് ചെയ്യും. ഓ എനിക്കത് പറ്റില്ലല്ലോ, അപ്പൊ ഇവരുടെ മുമ്പിൽ എനിക്ക് ആളാവണം. അങ്ങനെ അവർ പ്രഷർ ചെയ്യുമ്പോൾ ചെയ്യും. അപ്പൊ ആദ്യം വലിക്കുന്ന സമയത്ത് പറയുന്ന തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ആത്മാവ് പറയും ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യുന്നത് തെറ്റാണ്. അത് ആരാണ് പറയുന്നത്? ഭഗവാൻ ആണ് പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ തരുന്നത് ചെയ്യുന്നത് തെറ്റാണ്, പാടില്ല പാടില്ല പാടില്ല. എങ്കിലും നമ്മുടെ തന്നെ ആ ആത്മാവിൻ്റെ ഉൾവിളിക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ അതിന് സക്കം ആവുകയാണ്, അത് ചെയ്യാണ്. കാരണം പിയർ പ്രഷർ കാരണം അവരുടെ മുമ്പിൽ ആളാവണം. പിന്നെ എൻ്റെ ഒരു ഈഗോ പ്രശ്നം വരുന്നുണ്ട് കുട്ടികളുടെ. അപ്പൊ അവിടെ ചെയ്യുന്നുണ്ട്. വീണ്ടും ഓക്കെ, ഒരു ദിവസം വിളിച്ചു, രണ്ടാമത്തെ ദിവസം വീണ്ടും അതേപോലെ ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ കുറയും. പിന്നെ 3-4 ദിവസം കഴിയുമ്പോൾ അത് പിന്നെ ഇതായും, പിന്നെ അത് മറക്കും. ഭഗവാൻ അവിടുന്ന് കൊടുക്കില്ല. തീർച്ചയായിട്ടും ഭഗവാൻ അവിടുന്ന് ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യും, ഇൻസ്പയർ ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ അത് നമ്മൾ ചെവിക്കൊള്ളാതെ നമ്മളെ എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഭഗവാൻ ഓക്കെ തഥാസ്തു എന്ന് പറയും. സോ ഹി ഇൻസ്പയർസ് ഡെഫിനറ്റ്ലി, ഹി ഇൻസ്ട്രക്ട്സ് ഡെഫിനറ്റ്ലി. പക്ഷെ അത് നമ്മൾ ചെവിക്കൊള്ളുന്നില്ല. കാരണം നമ്മളുടെ ആ ഒരു ഇൻഡിവിജ്വൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് അവിടെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈവൺ അച്ഛനും അമ്മയും നമുക്കറിയാം, അവർ വയസ്സിൽ ഒരു സർട്ടൻ ഏജ് വെച്ചാൽ പറയും അത് ചെയ്യരുത്, തെറ്റാണ്, അവിടെ പോകരുത്, അത് തെറ്റാണ്, ഇത് ചെയ്യരുത്, തെറ്റാണ്. എത്ര പറഞ്ഞാലും നമ്മുടെ തലയിൽ കയറില്ല. ആ സമയത്ത് കയറില്ല. കാരണം നമുക്ക് അവിടെ ഇൻഡിപെൻഡൻസ്, നമ്മളുടെ ആ ഒരു ഇന്ദ്രിയ തൃപ്തിക്ക് എഗൻസ്റ്റ് ആയിട്ട് ആര് നിൽക്കുന്നു, അവര് ആരായി? അവര് എനിമിയായി. അത്രയും കാലം നമ്മളെ വളർത്തി, നമുക്ക് പാലൂട്ടി, നമുക്ക് എല്ലാം തന്ന്, അവനേക്കാട്ടിലും കൂടുതൽ സ്നേഹിച്ച്, അവനോൻ എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മക്കളെ എൻജോയ് ചെയ്തിട്ട് പറഞ്ഞ് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത ആ അമ്മയും അച്ഛനും ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർ ശത്രുക്കളായിട്ട് മാറുകയാണ്. പിന്നെ ആര് പറയുന്നത്? പിന്നെ ഫ്രണ്ട്സ് ആണ് അവർക്ക്. അമ്മയും അച്ഛനൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി, ഓൾഡായി. ഓക്കെ, അവരൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ല, അവർക്കൊന്നും അറിയില്ല. ഇത്രയും കാലം എല്ലാം തന്നത് അവരാണ്, അവരെ മാറ്റി വെച്ച് പിന്നെ ഫ്രണ്ട്സായി അവർക്ക്. പക്ഷെ ഇതെല്ലാം പഠിക്കും എപ്പോ? നമ്മളും അതായത് മക്കളും അമ്മയുടെ അച്ഛൻ്റെ ആ സ്റ്റേജിൽ വരുമ്പോൾ. അപ്പോഴേ നമുക്ക് അതിൻ്റെ ശരിക്കും ആ ഒരു വിവരം ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മുടെ ഇതേപോലെ പോകും. അപ്പൊ ഇതെല്ലാം ഭഗവാൻ, അതായത് അതുകൊണ്ടാണ് നമുക്ക് ഈ നല്ല സ്വഭാവങ്ങൾ കുട്ടിക്കാലം മുതൽക്ക് കൾട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ അത് ചെറുപ്പത്തിലെ പിടിക്കണം, മുളയിലെ നുള്ളെന്ന് പറയുന്നില്ലേ. അപ്പൊ അവർക്ക് അതിന്റെ ആ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഈവൺ ദോ അവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ശരി, അവർ തിരിച്ചു വരാൻ പറ്റും. അപ്പൊ ഇൻസ്പിറേഷൻ, ഇൻസ്ട്രക്ഷൻ ഇതെല്ലാം ഭഗവാന്റെ നിന്ന് കിട്ടുന്നു. ഭഗവാൻ ഡയറക്റ്റ് ഇല്ലെങ്കിലും ത്രൂ ഹിസ് ഡിവോട്ടീസ്, അമ്മ, അച്ഛൻ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നമുക്ക് വേണ്ടതാണ് അവർ ത്രൂ നമുക്ക് തരുന്നുണ്ട്.
ഭഗവാൻ സ്വയം നമുക്ക് തരും ഇതെല്ലാം. പക്ഷെ നമ്മളത് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളത്. കാരണം വെച്ചാൽ ബിക്കോസ് ഓഫ് ദ ടൈം ഫാക്ടർ, ബിക്കോസ് ഓഫ് ദ ഏജ് ഫാക്ടർ. ചിലപ്പോൾ മിക്ക ആൾക്കാർ, പക്ഷെ നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലോ, അത് കുട്ടിക്കാലത്ത് മുതൽക്കേ നമുക്കത് കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളെ നർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും, ഓക്കെ, നമ്മളൊന്നും കൂടി കാമായിട്ട് ചിന്തിക്കും, അത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ. നമ്മൾ വീണ്ടും അത് അച്ഛനോട് അമ്മോട് കൺസൾട്ട് ചെയ്യും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്. Then they will guide us how to come out of such situation. Okay, Maji? Yeah, Prabhuji. Shavaram. Language 27. Ichchadvesha samuthena dvandamohena bharata sarvabhutani sammoham sargeyanti parantapa. Ichchadvesha samuthena dvandasmohena bharata sarvabhutani sammoham sargeyanti parantapa. Archana Mataji, Vaiku. Hare Krishna, Prabhuji. Hare Krishna. Ichchasveta samuthena svandva mohena bharata sarva bhutani sammoha sarjayandi parantapa. Very good. Okay, translation, Parvati Mataji. O scion of Bharata, O conqueror of the foe, all living entities are born into delusion, bewildered by dualities, arising from desire and hate. Very good. O sign of Bharata, O conqueror of the foe, all living entities are born into illusion, bewildered by dualities arising from desire. O sign. എന്താണ് sign എന്ന് പറഞ്ഞാൽ? പരമ്പരാഗതമായിട്ട് ഭാരതന്റെ ലീനേജിൽ വരുന്നത് വംശജൻ. ഓക്കെ, ആ വംശത്തില് ഭരത മഹാരാജന്റെ വംശത്തിൽ വരുന്നതാണ് സൈൻ ഓഫ് ഭരത. കോൺകറർ ഓഫ് ഫോ, ശത്രുക്കളെ ജയിച്ചവൻ അല്ലേ. ഭഗവാൻ ആരെയാണ് അഡ്രസ് ചെയ്യുന്ന ഇവിടെ? അർജുനോടാ പറയുന്നത്. ഓക്കെ, all living entities are born into delusion. എല്ലാവരും എന്താണ് delusion? Bewildered by dualities arising from desire and hate. എന്താണ് ഇവിടെ പറയുന്നത്? ഇച്ഛ ദ്വേഷ സമുത്തേന. ഇച്ഛ ദ്വേഷ. ഇച്ഛ മീൻസ് ഡിസയർ, ആഗ്രഹങ്ങൾ. ഹേറ്റ് മീൻസ് ദ്വേഷ്. ദേഷ്യല്ല, ദ്വേഷ്, ഹേറ്റ്. ഓക്കെ, എല്ലാവരും ഡ്യുവാലിറ്റീസ് ആണ്. എല്ലാവരും ഇതിൽ ഭ്രമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഡെലൂഷൻ, ബോൺ ഇൻ ടു ഡെലൂഷൻ. അപ്പൊ നമ്മളെല്ലാം എന്താണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്? മാത്രാ സ്പർശാസു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമപ്പായനോ അനിത്യ സ്ഥാം തിതിക്ഷസ്വ ഭാരത. എപ്പോഴാണ് നമുക്ക് ഈ ഡ്യുവാലിറ്റീസ് വരുന്നത്? ഈ ദ്വന്ദ്ങ്ങൾ എപ്പോഴാണ് വരുന്നത്? മാത്രാ സ്പർശാസ്തു കൗന്ദേയ. എന്തായി മാത്ര? മാത്ര എന്ന് പറഞ്ഞ എന്താണ്? കുറച്ചു നേരമാണോ പ്രഭുജി? ഫോർ കുറച്ച് സമയത്തേക്ക്? അല്ലല്ല, മാത്ര സ്പർശ. സെൻസസ്, സെൻസ് ഒബ്ജക്ട്സ്. നമ്മുടെ സെൻസസിന്റെ കറസ്പോണ്ടിങ് സെൻസ് ഒബ്ജക്ട്സ് ഉണ്ട്. തന്മാത്ര പറഞ്ഞിട്ടില്ലേ? എന്താണ്? സ്പർശം, ശബ്ദം, രൂപം, രുചി, പിന്നെ കേൾവി, ഇതൊക്കെ എന്താണ്? മാത്ര. അപ്പോ നമ്മളുടെ സെൻസസ്, സെൻസ് ഒബ്ജക്ട്സിൽ സ്പർശിക്കുമ്പോ നമ്മള് കണ്ണ് എന്താണ് ആഗ്രഹിക്കുന്നത്? നല്ല ബ്യൂട്ടിഫുൾ ഫോം കാണണം, രൂപങ്ങൾ കാണണം. അഗ്ലി, നോ, ഐ ഡോണ്ട് വാണ്ട് ടു ലുക്ക് അറ്റ് ഇറ്റ്. ഒരു വിരൂപമാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു, ബിക്കോസ് വി കനോട്ട് എൻജോയ് ദാറ്റ് അല്ലേ. അപ്പോൾ ചിലത് നമ്മൾ അതായത് അക്സെപ്റ്റ് ചെയ്യും, ചിലത് റിജക്റ്റ് ചെയ്യും.
നല്ലത് നമ്മളുടെ അതിന്റെ അടിസ്ഥാനം എന്താണ്? അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷന്റെ എന്ത് അടിസ്ഥാനത്തിൽ നമ്മളൊരു രൂപത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പിന്നെ റിജക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? pleasure pleasing ആയിട്ടാണ് അതിന്റെ എന്താണ് pleasing അല്ലേ? പ്ലീസിങ്ങിന്റെ അടിസ്ഥാനം എന്താണ്? യെസ്, മാതാജി പറഞ്ഞു ശരിയാണ്. നമ്മുടെ ഡിസൈൻ ആണോ പ്രഭുജി? നമ്മുടെ നമ്മുടെ- ആഗ്രഹം, നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമുക്കുള്ള കംഫർട്ട്, നമുക്കുള്ള പ്ലീസിങ്, നമുക്കുള്ള സന്തോഷം. അല്ല അത് what basis do we accept and reject certain? For example, beauty lies in the beholder's eyes എന്ന് പറയുന്നു. ഒരാൾക്ക് ബ്യൂട്ടി എനിക്ക് ബ്യൂട്ടി ആയിരിക്കില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ Perception. സുജയ പ്രഭുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടു, അവരുടെ സൗന്ദര്യം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നില്ലയോ ഹീസ് നോട്ട് ദാറ്റ് ഹാൻസം, എൻ്റെ ഇത് കണ്ടുപറയുന്നു അല്ലെ. സോ ഓൺ വാട്ട് ബേസിസ് ഹീസ് ഓർ ഷീസ് ഹീസ് ബ്യൂട്ടിഫുൾ ഓർ ഷീ ഈസ് ബ്യൂട്ടിഫുൾ? Perception. എന്റെ മൈൻഡ് അതിൽ നിന്ന് പ്ലഷർ ഫീൽ ചെയ്യുമ്പോ അവരവരുടെ ഇതല്ലേ. Perception പ്രഭുജി. പെർസെപ്ഷൻ. ഓക്കെ, എല്ലാം ശരിയാണ് നിങ്ങൾ പക്ഷെ വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ടു ഹാവ് ദാറ്റ് പെർസെപ്ഷൻ, ഡിഫറെന്റ് പെർസെപ്ഷൻ? നിങ്ങൾക്ക് ഒരു Sense gratification. ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, എനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ വൈ ഇറ്റ് ഈസ് വേരിയിങ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ നമ്മുടെ ഗുണാസ് ആണോ പ്രഭുജി? യെസ്, എക്സാക്ട്ലി. തമോ ഗുണത്തിലുള്ളതും രജോ ഗുണത്തിലുള്ള ആൾക്കാരും അതേപോലെ സത്വഗുണത്തിലുള്ള ആൾക്കാരും ടേസ്റ്റ് ഡിഫർ ആയിരിക്കും. ഇപ്പൊ ഒരു പാട്ട്, ഓക്കെ, ഇപ്പൊ ഒരു നല്ലൊരു സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് പാട്ട് ക്ലാസിക്കലായിട്ട് ഡിവോഷണൽ ആയിട്ട്, മറ്റേതെന്താ നിങ്ങൾ ഒരു തമോ ഗുണത്തിലുള്ള ആൾക്കാരുടെ ഇഷ്ടം എന്തായിരിക്കും? എന്തായാലും പറയാ വാട്ട് ഇസ് ദാറ്റ്? എനിക്കറിയില്ല. Rock music. റോക്ക് മ്യൂസിക്. യെസ്, അല്ലേ? അടിപൊളി പാട്ട്. പിന്നെ അതില് എല്ലാം ഉണ്ടാവും, വൾഗാരിറ്റി ഉണ്ടാവും, അശ്ലീലങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ദേ എൻജോയ്. അതാണ് മാത്ര സ്പർശ. സോറി പ്രഭു, പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വന്ന്. പണ്ട് ഡാഡി മമ്മി വീട്ടിലില്ല ഇത്തട പോണ യാരും ഓക്കെ, എന്തായാലും അപ്പൊ നമ്മളുടെ സെൻസസ് നമ്മളുടെ സെൻസ് ഒബ്ജക്റ്റിനെ സ്പർശിക്കുമ്പോ നമ്മളുടെ ഗുണങ്ങൾ അനുസരിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? മാത്ര സ്പർശിച്ചത് ശീത ഉഷ്ണ ഡ്യുവാലിറ്റീസ് വരും. നല്ലത് തോന്നുമ്പോ നമുക്ക് എന്തായി? സന്തോഷം, അല്ലെ? ചീത്ത ദുഃഖം. അപ്പൊ നമ്മുടെ സെൻസസ് എങ്ങനെ സെൻസ് ഒബ്ജക്ട്സിനെ സ്പർശിപ്പിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ദ്വന്ദ്ങ്ങളായിട്ട് മാറുന്നത്. ഒരു നമ്മുടെ വിരല് തീയിൽ വെച്ചാൽ സുഖം തോന്നും, ദുഃഖം തോന്നും. ദുഃഖം തോന്നും. അതേ സമയത്ത് ഒരു റോസാപ്പൂവില് അല്ലെങ്കിൽ ഒരു താമരപ്പൂവിൽ വെച്ചാൽ സുഖം തോന്നും, ദുഃഖം തോന്നും. രണ്ടും സ്പർശാണ്, അല്ലേ? രണ്ടും സ്പർശം ഓരോരുത്തരുടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡ്യുവാലിറ്റി പറഞ്ഞാൽ ഓപ്പോസിറ്റ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ ഡെലൂഷനിലാണ്. നല്ലത് ചീത്ത, നല്ലത് ചീത്ത, നല്ലത് ചീത്ത, അല്ലെ? രണ്ടും ഓപ്പോസിറ്റ്. ജയം പരാജയം, ഓക്കെ, ശീത ഉഷ്ണം, ഇതൊക്കെ ബിക്കോസ് ഓഫ് ദ സെൻസ് പെർസെപ്ഷൻ. ബിക്കോസ് ഓഫ് ദ സെൻസ് പെർസെപ്ഷൻ. അങ്ങനെയാണ് നമ്മള് ഇച്ഛ ഹെയ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത്? ഇച്ഛദ്വേഷം തന്നെയല്ലേ? അല്ലെങ്കിൽ ഡിസയർ ആൻഡ് ഹെയ്റ്റ്, ഇതെല്ലാം ദ്വന്ദ്ങ്ങളാണ്. അങ്ങനെ നമ്മൾ ഡെലൂഷനിൽ വന്നിരിക്കുകയാണ്. വി ആർ ബോൺ ഇൻ ടു ഡെലൂഷൻ. ആ ഭ്രമത്തിൽ വന്നുപെട്ട് കിടക്കുകയാണ്. സോ അതുകൊണ്ട് ഭഗവാൻ അതിന് പറയുന്നത് മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമപ്പായിനോ അനിത്യസ്. ഇത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് അനിത്യമാണ്, എന്നാൽ ടെമ്പററി ആണ്. താം തിശിക്ഷ ഭാരത, ഇത് ടോളറേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതല്ലാണ്ട് ഒരു വഴിയില്ല. ടോളറേറ്റ് തന്നെ വേണം.
അല്ലേ? അപ്പൊ സുഖം ടോളറേറ്റ് ചെയ്യണം, ദുഃഖം ടോളറേറ്റ് ചെയ്യണം. ഒന്ന് മാത്രം ടോളറേഷൻ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഖം നമുക്ക് ടോളറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ടോളറേഷൻ ആണ്. സുഖം എൻജോയ് ചെയ്യാനുള്ളതല്ലേ? ഓർമ്മയുണ്ടോ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഭഗവാൻ സുഖവും ദുഃഖവും ടോളറേറ്റ്? സുഖം നമുക്ക് എൻജോയ്മെന്റ് തരുന്നുണ്ട്. Then why he says to tolerate it? നമ്മൾ ചർച്ച ചെയ്താണ്, എങ്കിലും കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ. ഫോർ എക്സാമ്പിൾ, നല്ല രസഗുള്ള സുജയപ്രഭുവിന് കൊടുക്കാണ്, ഒരു 5 എണ്ണം. സുജയപ്രഭു സുഖമായിട്ട് അടിച്ചു. എന്നിട്ട് പറയും ടോളറേറ്റ്. സുജയപ്രഭു ടോളറേറ്റ്. പ്രഭു, why are you telling tolerate? I am enjoying it. ഇതിനെ ടോളറേറ്റ് ചെയ്യാൻ പറയണേ? പെർമനന്റ് അല്ലാത്തോണ്ടാണോ പ്രഭുജി? അല്ല, പെർമനന്റ് അല്ലാത്തതുകൊണ്ട്. ഓർമ്മയില്ല? ഇത് ഒരുപാട് പ്രാവശ്യം നമ്മള് ചർച്ച ചെയ്തിട്ടുള്ളതാണത്. സുജയപ്രഭു, എന്താണ് ഞാൻ പറയുന്നത് ടോളറേറ്റ് ചെയ്യാൻ? ഭഗവാൻ, ഞാൻ കേട്ടോ, സോറി, ഭഗവാൻ പറയുന്നത്, ഞാൻ സുജയപ്രഭുവിനോട് ഉദാഹരണം പറഞ്ഞിട്ട് ചോദിക്കുന്നത്. ഭഗവാൻ പറയുന്നത്, ഓ അർജുന, താം തിതിക്ഷസ്വ ഭാരത. തിതിക്ഷ എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. പ്രഭു, ഈസ് ഇറ്റ് ബിക്കോസ് നമുക്ക് അറിയാലോ ഇവിടെ എന്തായാലും ഒരു എന്തും പെർമനന്റ് അല്ല എന്നുള്ളത്? പെർമനന്റ് അല്ല, പക്ഷെ അതുകൊണ്ട് ഒരു എൻജോയ്മെന്റ് കിട്ടും. ഇപ്പൊ നല്ലൊരു മാങ്ങ, ആപ്പൂസ് മാങ്ങ, ഈ മാങ്ങ കാലാണ്, നല്ല ആപ്പൂസ്, നല്ല ടേസ്റ്റ്. ഓക്കെ, എന്ത് രസറിയ, ജ്യൂസിയാണ്, നല്ല ഫ്ലേവർ, നല്ല ഫ്രാഗ്രൻസ്, നല്ല ടേസ്റ്റ്. അത് കിട്ടി, അത് കഴിക്കുന്ന സമയത്ത് സുജയപ്രഭു ടോളറേറ്റ്. പ്രഭുജി, അപ്പൊ അതിന്റെ കർമ്മഫലം വരും, അതാണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ സുഖിക്കുമ്പം നമ്മൾ ആ ടേസ്റ്റിനോട് അറ്റാച്ച്മെന്റ് വരും, അതാണ്. അതുമല്ല, ഇതല്ല ശരിക്കുള്ള സുഖം, അതുകൊണ്ടാണോ പ്രഭുജി? Yes അടിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഞാൻ പറയാം. പോയിന്റിൽ ആരും ഇല്ല പ്രഭു. പോയിന്റിൽ ആരും പ്രിസൈസ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മുടെ സുഖം വരുമ്പോൾ നമ്മുടെ എന്താവും? ഒരുപാട് സുഖം. ഫോർ എക്സാമ്പിൾ, ഒരു രാജാവിന്റെ മകൻ, പ്രിൻസ്. ഓക്കെ, ഒരുപാട് സുഖഭോഗങ്ങൾ വരുമ്പോ എന്താണ് സംഭവിക്കുക വെച്ചാൽ അതില് നമ്മള് അഹങ്കാരം വരും. അഹങ്കാരം വരുമ്പോ നമ്മളിപ്പോ 4-5 രസഗുള കഴിച്ചു. ഓക്കെ, അതിന്റെ അങ്ങനെ കൂടുതൽ കഴിക്കുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? അസുഖം അല്ലേ? ഡയബറ്റീസ്, മറ്റേതാ മറിച്ചത്. ഓക്കെ, പിന്നെ സ്റ്റൊമക്ക് റിലേറ്റഡ്, അങ്ങനെ ഒരുപാട്. അപ്പൊ ഇറ്റ് ലീഡ്സ് ടു പ്രോബ്ലം അഗെയിൻ. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ലേ, അമിതമായാൽ അമൃതവും വിഷമാണ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ, അതായത് വെൻ യു ഗെറ്റ് എ ഗുഡ് ന്യൂസ്, യു ഷുഡ് നോട്ട് ബി ടു മച്ച് എലൈറ്റഡ്. വെൻ യു ഗെറ്റ് എ ബാഡ് ന്യൂസ്, യു ഷുഡ് നോട്ട് ബി ടു മച്ച് ഡിജക്റ്റഡ് ആൾസോ. നിങ്ങൾ പറഞ്ഞ പോലെ യു ഷുഡ് മെയിൻറ്റെയിൻ ന്യൂട്രാലിറ്റി. കാരണം ഏത് സമയത്തും നമുക്കിത് ടെമ്പററി ആണ്. ഏത് സമയത്തും ഈ സിറ്റുവേഷൻ മാറി മറിഞ്ഞു വരാം. ഒരുപാട് ചിരിക്കുമ്പോൾ നമ്മൾ പറയും വീട്ടിൽ, അത് ആദ്യം ചിരിക്കരുത് കേട്ടോ, കരയേണ്ടി വരും എന്ന് പറയും, അല്ലേ? ഒരുപാട് ചിരിക്കണ്ട, അപ്പൊ അതുകൊണ്ട് നല്ലത് നമുക്ക് സന്തോഷം തരുന്നതാണ്. നല്ലൊരു വീട് കിട്ടുക, നല്ലൊരു കാറ് കിട്ടുക, നല്ലൊരു ഭക്ഷണം കിട്ടുക, നല്ല എല്ലാം കിട്ടുന്നത്, കംഫർട്ട് ലെവലൊക്കെ കിട്ടുന്നത്. പക്ഷെ അതിന് നമ്മൾ അഹങ്കരിച്ച് അഹന്തയായിട്ട് ഞാൻ പിന്നെ അങ്ങനത്തെ കൂട്ടുകെട്ട് പോയി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. കൂടുതൽ പണം കിട്ടിയാൽ എന്താ ചെയ്യുക? അതിന് ശരിക്കും വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിൽ ചെന്നു. അപ്പൊ അതെങ്ങനെ ആ കംഫേർട്ട്, ആ സുഖം എന്നുള്ളത് തെറ്റായിട്ടുള്ള രീതിയിലേക്ക് എന്തായി? ഇറ്റ് എൻഡ്സ് ടു ബാഡ് ആക്ടിവിറ്റീസ്. അപ്പൊ ചുരുക്കത്തില് ദുഃഖം എന്ന് പറഞ്ഞാൽ ബിറ്റർ പിൽസ്. ഓക്കെ, സുഖം എന്ന് പറഞ്ഞാൽ ഷുഗർ കോട്ടഡ് ബിറ്റർ പിൽസ്.
അത്ര വ്യത്യാസമുള്ളൂ. രണ്ടും ബിറ്ററാണ്. ഓക്കെ, ദുഃഖം ബിറ്റർ പിൽസ്, സുഖം എന്താണ് ഷുഗർ കോട്ടഡ് ബിറ്റർ പിൽസ്. ആ സുഖം നമ്മളെ എത്തിക്കുന്നത് വീണ്ടും പാപകർമ്മങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഓ ഭരത തിദിക്ഷസ്വ ഭാരത, ടോളറേറ്റ് ഇറ്റ്. അല്ല, എത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ചോദിക്കാം, എന്ത് ചെയ്യുമ്പോ നമുക്ക് നമ്മള് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ലേ? നമ്മളെ വാൺ ചെയ്യണേ, യു ആർ ഗോയിങ് ഓൺ എ റോങ് ഡയറക്ഷൻ that leads to sinful activities because of Janmaishwarya Srudasri. അപ്പോ നമുക്ക് കർമ്മം, നമ്മുടെ കർമ്മം അല്ലെ, ഈ നമ്മളുടെ ഒരുപാട് പയസ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അനുഭവിക്കേണ്ടത് കിട്ടും. പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങള് അത് അനുഭവിക്കാനുള്ള അവസരം ഭഗവാൻ തരും. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായത എന്നാ പറയുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഈ പുണ്യകർമ്മം എന്തിനെ ആശ്രയിച്ചിരിക്കും? നമുക്ക് ഓക്കെ, നമ്മുടെ കർമ്മം നല്ലതാണോ ചീത്തയാണോ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ പറ്റുക? നമ്മളിപ്പോ ഓൾ ഇൻ ഡിഫറെന്റ് ബോട്ട്സ്, sailing different, ഓരോരുത്തരും ഡിഫറെന്റ് സ്റ്റാറ്റസസ് ഓഫ് ലൈഫിലാണ്. ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും വിവിധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കർമ്മമാണ്. അപ്പൊ നമ്മളുടെ ആ പുണ്യകർമ്മം എന്തിനെ ആശ്രയിച്ചിരിക്കും? ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് റിലീജിയോസിറ്റി പ്രഭു, ധാർമ്മികത അല്ല. ഞാൻ ചോദ്യം ക്ലിയർ ആയില്ല തോന്നുന്നു. അതായത് നമ്മുടെ നല്ല കർമ്മം, നമ്മളിപ്പോ നല്ല കർമ്മത്തിലാണ്, നമ്മുടെ പുണ്യം, അതായത് സുഹൃതം, നമ്മൾ ഒരുപാട് സുഹൃതി ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം കഴിഞ്ഞ ജന്മങ്ങളിൽ. ഓക്കെ, അപ്പോ അതിന്റെ റിസൾട്ട് എങ്ങനെ നമ്മൾ കണക്കാക്കാം? എന്തുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു പുണ്യകർമ്മം ഒരുപാട് ഉണ്ടാവാനുള്ള കാരണം? അപ്പൊ അതിന്റെ കോൺകോമിറ്റന്റ് റിസൾട്ട് എന്താണ്? പ്രഭു ക്ഷമിക്കണം, ഒന്നുകൂടി ചോദ്യം ചോദിക്കാവോ പ്രഭു? ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പൊ നമ്മളുടെ സുഹൃതം എന്ന് പറയുന്നില്ലേ, ആ സുഹൃതം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ഒരുപാട് സുഹൃതം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത കാരണം കൊണ്ട് പ്രഭു? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, അതായത് ജന്മ ഐശ്വര്യ ശ്രുത ശ്രീ, നമ്മുടെ പുണ്യകർമ്മം ഉണ്ടെന്ന് അറിയാൻ എങ്ങനെ മനസ്സിലാക്കുക? നമ്മളുടെ ജന്മം, നമുക്കിപ്പോഴുള്ള സമ്പത്ത്, നമ്മളുടെ ഐശ്വര്യം, വെൽത്ത്, നമ്മുടെ നോളേജ്, നമ്മളുടെ സൗന്ദര്യം, ഇത് ഒരാൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, നമ്മളുടെ നല്ലൊരു കുടുംബത്തില്, ഇപ്പൊ ഇവിടെ ഭരതനെ ഓസിയാണോ, ഭരത നല്ലൊരു കുലത്തിൽ ജനിച്ചു. കാരണം എന്താ? നല്ല പുണ്യകർമ്മം ഉണ്ട്. വെൽത്ത്, നല്ല ഐശ്വര്യം, വെൽത്ത്, ധനം. ഓക്കെ, അപ്പൊ ധനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വീടായി, നല്ല കാറായി, നല്ല പരിചാരകന്മാരായി എല്ലാം ഉണ്ട്. എല്ലാം അതിന് കിട്ടും. പിന്നെ ശ്രുത, ഇന്റലിജൻസ്, പിന്നെ ശ്രീ, ഇത് നാലുണ്ടെങ്കിൽ നമുക്ക് എന്താ? നമ്മുടെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാം. അപ്പൊ നമ്മൾക്ക് പോയിട്ട് നോക്കാം, ആദ്യം പോയിട്ട് കണ്ണാടി നോക്കാം, നമ്മള് സുന്ദരനാണോ സുന്ദരിയാണോ. യെസ് ആണെങ്കിൽ കർമ്മഫലം ഇല്ല. എന്താണ്? അപ്പോ പ്രഭു, അതായത് സൗന്ദര്യം ഇല്ലെങ്കിൽ കർമ്മഫലം കുറവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സുഹൃതമില്ല, സുഹൃത്തിയില്ല. അപ്പൊ പ്രഭുജി, ചിലവർക്ക് അത് ആദ്യം ഉണ്ടാവും, കുറെ കഴിയുമ്പോ അതെല്ലാം പോവും. ചിലവർക്ക് ആദ്യം ഒന്നും ഉണ്ടാവില്ല, പിന്നെ അവര് നന്നായി വരൂലേ? വരും, അങ്ങനെയും വരും. കാരണം
അത് നമ്മളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനുള്ളത് നമ്മുടെ ചോയ്സ് ഉണ്ട്. ഡെസ്റ്റിനി, നമ്മളിപ്പോൾ നല്ല വീട്ടിൽ ജനിച്ചു, നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, എന്നിട്ട് അതിന് വിപരീതമായിട്ട് പോവാം. അപ്പം നമ്മുടെ ചോയ്സ് നമ്മൾ ശരിക്കും എക്സസൈസ് ചെയ്യുന്നില്ല എന്നർത്ഥം. പിന്നെ ബ്യൂട്ടി, ഒരു അഗ്ലി ആയിട്ട് ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അത് സുന്ദരനോ സുന്ദരിയായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുവരെ. അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ധനം വരും പോവും, നോളജ് നമുക്ക് അക്വയർ ചെയ്യാം, അല്ലെ, ഫെയിം, നെയിം ഒക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ആൾറെഡി ഉണ്ടെങ്കിൽ, നമ്മുടെ ജനന സമയത്ത് ഉണ്ടെങ്കിൽ നമ്മളിൽ ഒരുപാട് സുഹൃത്തി ഉണ്ടെന്നർത്ഥം. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് മാതാജി പറഞ്ഞ പോലെ മാറി മറിഞ്ഞു വരും. ഒരുപാട് ഇതുണ്ടെങ്കിലും അതിനെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപ്പറാവും, നമ്മുടെ വെൽത്ത് മുഴുവൻ പോവും. അതിനാണ് വേദിക് ഇൻജങ്ഷൻസ്. വേദിക് ഇൻജങ്ഷൻസ് അതിനാണ്. നമ്മള് വേദങ്ങളിൽ എന്താണ് പറഞ്ഞത് അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മള് താന്തോന്നിത്തരം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ പണം പോവും, ഐശ്വര്യം പോവും, പേരും പ്രശസ്തിയും കീർത്തിയും എല്ലാം പോവും, ഹെൽത്തും പോവും, ഒക്കെ പോവും. അപ്പൊ അതാണ് ഭഗവാനോട് പറയുന്നത്, all living entities are born into delusion, bewildered by dualities, ദ്വന്ദ്ങ്ങൾ. ആ ദ്വന്ദ്വത്തിൽ നിന്ന് നമ്മൾ, അപ്പൊ നമുക്ക് എന്ത് നല്ലൊരു ഇത് വന്നാലും ശരി, we should not be too much elated, we should not be too much dejected also. Maintain equanimity, neutrality. കാരണം വെച്ചാൽ നമുക്കറിയില്ല അടുത്ത മൊമെന്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് സന്തോഷിച്ചു, നെക്സ്റ്റ് മൊമെന്റിൽ ഒരുപാട് സന്തോഷിച്ച് നമുക്ക്, ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് മൊമെന്റിൽ ഒരു വാർത്ത കിട്ടണം, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, ഉടനെ നമുക്ക് കരയേണ്ടി വരും. അപ്പൊ രണ്ട് സ്ഥലത്തും നമ്മൾ ന്യൂട്രാലിറ്റി കാണിച്ചാൽ ഇതും ടെമ്പററിയാണ്, അതും ടെമ്പററിയാണ്. അതിൽ വരണം. നിർമ്മാണ മോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേർ വിമുക്ത സുഖ ദുഃഖ സംനേർ ഗച്ഛന്ത്യമൂഢ പദം അവ്യയം. ദ്വന്ദ്വേർ വിമുക്ത സുഖ ദുഃഖ സംനേർ ഗച്ഛന്തി അമൂഢ പദം അവ്യയം. ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് വിമുക്തനായിട്ടുള്ള ആ ഒരു വ്യക്തി മാത്രം. അമൂഢ, ആരാണ് അമൂഢ? മൂഢ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ഢികള്. അമൂഢ എന്ന് പറഞ്ഞാൽ വിഡ്ഢികളല്ലാത്തവർ, അതായത് ഇന്റലിജന്റ്. പദം അവ്യന്തത്, അവര് മാത്രമേ എൻ്റെ ആ ആധ്യാത്മിക ലോകത്തിലേക്ക് വരുള്ളൂ. കാരണം ഈ ദ്വന്ദ്ങ്ങളിൽ പെട്ടിട്ട് അതിന്റെ ഒഴുക്കിൽ നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് വരില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ വി ഷുഡ് ബി away from the dualities of life, should be equipoised, maintain neutrality. നിർമ്മാണ മോഹ എന്താണ്? റെസ്പെക്ട്, എക്സ്പെക്ട് പറയുന്നില്ലേ? പ്രണാദപി സുനിചേന തരോരപി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. അമാനീന മാനദേന, do not expect respect, at the same time we should give respect to others. നിർമ്മാണ മോഹം. അപ്പൊ ആ നമ്മൾ ഇല്യൂഷനിലും പെടാൻ പാടില്ല, റെസ്പെക്ടിന്റെ ആ ചക്കറിലും പെടാൻ പാടില്ല, പിന്നെ ദ്വന്ദ്ങ്ങളിലും പെടാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രമേ പരംധാമിലേക്ക് പോകാനുള്ള യോഗ്യത കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. സോ ദ റിയൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഓഫ് ദ ലിവിംഗ് എൻറ്റിറ്റി ഇസ് ദാറ്റ് ഓഫ് ദ സബോർഡിനേഷൻ ടു ദ സുപ്രീം ലോർഡ് who is pure knowledge. അപ്പോൾ നമ്മളിത് ഹാമർ അടിക്കണം എപ്പോഴും, ഞാൻ ഇൻഡിപെൻഡന്റ് അല്ല, ഭഗവാൻ മാത്രമാണ് ഇൻഡിപെൻഡന്റ്, നമ്മളെല്ലാം സബോർഡിനേറ്റ് ആണ്. ഇത് ആരുടെ ദിസ് ഇസ് മൈ എബിലിറ്റി, മൈ ഇന്റലിജൻസ്, മൈ മണി, മൈ എഫേർട്ട്, ആരോട് ചോദിച്ചാലും. പക്ഷെ ഇതെല്ലാം ചുട്കി മേ ജായേഗാ അല്ലേ? പ്രഭുജി, പണ്ട് മറ്റേ ഗുജറാത്തിൽ താമസിക്കുമ്പോ ഇവിടെ എർത്ത് ക്വേക്ക് വരുമ്പോ അനുഭവിച്ചതാണ് കുറെ പേര്. ഇങ്ങനെ മില്യണിയേഴ്സ് ആയിരുന്നത് അടുത്ത ദിവസം ഹോസ്പിറ്റൽ വിത്ത് 10 rupee നോട്ട് ഇൻ ഹിസ് പോക്കറ്റ്.
nothing else. അറിയുന്നില്ല. ഇത് ഒന്നും പറയുമ്പോ നമ്മുടെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇത് അറിയുന്നില്ല. നമ്മൾ പറയുമ്പോ അതായത് നെക്സ്റ്റ് സെക്കൻഡ് ഭഗവാൻ നമ്മളെ പാപ്പറാക്കും, നമ്മളെ ഒന്നുമില്ലാത്തവനാക്കും. അപ്പൊ അതാണ് പറയുന്നത് ലിവിങ് ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് സബോർഡിനേഷൻ സുപ്രീം ലോർഡ്. അത് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. വി ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. We are subordinate to the will of the Supreme Lord. When one is deluded into separation from this pure knowledge, becomes controlled by the illusory energy and cannot understand Supreme Lord. അപ്പോൾ അങ്ങനെ ഡെലൂഷൻ വരുമ്പോഴാണ് എന്താണ് we are controlled by the illusory energy of the Lord. മായാലോകത്തിന്റെ അധീനതയിൽ നമ്മൾ അപ്പോഴാണ് വരുന്നത്. അപ്പൊ മായ എന്താ ഒരു ഇതുണ്ട്, എന്താണ് ഈ കൃഷ്ണ ഭൂലിയ ജീവ ഭോഗ വാഞ്ചക്കരെ പസത്തെ മായ തരെ ഝപട്ടിയ ധാരെ. കൃഷ്ണ ഭൂലിയ ജീവഭോഗ, അതായത് ഭഗവാൻ കൃഷ്ണനെ മറന്ന് ജീവാത്മാക്കൾ ഭോഗിക്കാൻ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. കൃഷ്ണ ഭൂലിയ ജീവഭോഗ വാഞ്ചക്കരെ, വാഞ്ച എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, ജീവഭോഗ വാഞ്ച. പസത്തെ മായ തരെ ഝപട്ടിയ തരെ, ഊട്ടനെ മായ പിടിച്ചു എന്ന് പറഞ്ഞു. ഝപട്ടിയ മായ തരെ, മായ തരെ ഝപട്ടിയ തരെ. എപ്പോ നമ്മൾ ഭഗവാൻ കൃഷ്ണനെ മറന്ന് ഭോഗ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു, അതാ ഉടനെ മായ അപ്പൊ ചപ്പട്ടിയ, അപ്പൊ പിടിച്ചു. കൃഷ്ണ ഭൂലിയ ജീവ ഭോഗ വാഞ്ചക്കരെ പസട്ടെ മായ തരെ ഝപട്ടിയ ധരെ. As soon as a soul decides to be enjoyed, then is immediately captured by Maya. ഭഗവാനെ എപ്പോഴും നമ്മൾ നമ്മളുടെ മധ്യ വെച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഭഗവാനെ മറന്ന ഒരു കാര്യം പറ്റില്ല. നമ്മൾ വി ആർ സബോർഡിനേറ്റ് ടു ദി സുപ്രീം ലോർഡ് എന്ന് എപ്പോഴും ഓർമ്മ വയ്ക്കണം. അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ, he becomes controlled by the illusory energy and cannot understand supreme personality of God. The illusory energy is manifested in the duality of desire and hate. അപ്പൊ അത് മായ ലോകത്തിൽ മായയുടെ അധീനത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ദ്വന്ദ്ങ്ങളിൽ പെടുന്നത്. ഡിസയർ ആൻഡ് ഹേറ്റ്. Due to desire and hate, the ignorant person wants to become one with the Supreme Lord and envies Krishna as Supreme Personality of Godhead. ഭഗവാനായിട്ട് നമ്മൾ മെർജ് ചെയ്യാനും നമുക്ക് ആഗ്രഹിക്കുന്ന, ഭഗവാനായിട്ട് ആ ഒരു ഒരേ ഇക്വേഷനിൽ അത് ആഗ്രഹിക്കുന്നു. എന്താണ് ഇതെല്ലാം മായയുടെ ആ ഒരു പ്രഭാവം കാരണമാണ്. Pure devotees who are not deluded or contaminated by desire and hate can understand that Lord Sri Krishna appears by his internal potencies, but those who are deluded by duality and essence think that the Supreme Personality of Godhead is created by material energies. അങ്ങനെയുള്ള ആ ഡെലിവേഷനിൽ വരുന്ന ആൾക്കാരാണ് വിചാരിക്കുന്നത് ഭഗവാനും ഈ മെറ്റീരിയൽ ക്വാളിറ്റീസിലാണ്. This is their misfortune. ഇത് അവരുടെ നിർഭാഗ്യം മാത്രമാണ്. Such deluded persons symptomatically dwell in dualities of dishonor and honor, misery and happiness, women and man, good and bad, pleasure and pain, etc. Thinking, this is my wife, this is my house, I am the master of this house, I am the husband of this wife. These are the dualities of delusion. Those who are so deluded by dualities are completely foolish and therefore cannot understand the Supreme Personality. പക്ഷെ ഇപ്പൊ നമ്മള് ഡെല്യൂഡഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ കാറാണ്, എല്ലാം ആ സ്റ്റേറ്റിലെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ ഇത് ആർക്ക് പറഞ്ഞ നാളെ മുതൽക്കും അയ്യോ ഇത് എന്റെ വീടല്ല, ഇത് പറയാൻ പറ്റില്ല.
കാരണം we are in the material world under the control of Maya. So we have to accept that fact. Then we have to come out of this. Then എല്ലാവരെയും equal ആയിട്ട് കാണാൻ പറ്റും. As living entities, as soul, as atmas. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി അസ്തിനി സുനി ചൈവ സ്വപാകേച പണ്ഡിത സമദർശിന. ഈക്വൽ വിഷൻ. ആ ഈക്വൽ വിഷനിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. We have not reached. നമുക്ക് ആ യോഗ്യത കിട്ടിയിട്ടില്ല. തിയറിറ്റിക്കലി നമുക്കറിയാം ഇതെല്ലാം തെറ്റാണ്. പക്ഷെ നമുക്ക് ആ യോഗ്യത കിട്ടാത്തത് കൊണ്ട് we have to slowly and gradually progress towards that. Those who are so deluded by dualities are completely foolish and therefore cannot understand supreme personality. അപ്പൊ നമ്മൾ പ്യൂരിഫൈ ചെയ്ത ശേഷമാണ് ആ സ്റ്റേജിൽ കയറുള്ളൂ. നമ്മളിപ്പോ കെ ജി ക്ലാസ്സിലായിരിക്കും, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരിക്കും, സെക്കൻഡിലായിരിക്കും, ഡിപ്പെൻഡിങ് അബൌട്ട് വേരിയസ് സർക്കംസ്റ്റൻസസ്, സിറ്റുവേഷൻസ് ഓഫ് ദ പേഴ്സൺസ്. അല്ലെ, ഓരോരുത്തരും ഡിഫറെന്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലാണ്. ചില ആൾക്കാർ ആൾറെഡി 10th പാസ്സായിട്ടുണ്ടാവും, ചിലത് ഗ്രാജുവേഷൻ, ചില പോസ്റ്റ് ഗ്രാജുവേഷൻ, ചില ആൾക്കാർ ഇപ്പൊ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ യോഗ്യത, ക്വാളിഫിക്കേഷൻ കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം കൃഷ്ണ കോൺഷ്യസ്നസ്. നമുക്ക് പറയാൻ പറ്റും നാളെ നമുക്ക് ഇതൊന്നും എൻ്റെ അല്ല, അതെല്ലാം മായയാണ്, നമുക്ക് പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റില്ല. സിമി മാതാജി പറയാൻ പറ്റുമോ ഇതെല്ലാം മായയാണ്, ഞാൻ എല്ലാം വിട്ടു പോവാണ്, ഞാൻ ഇവിടെ ഹിമാലയത്തിലേക്ക് പോവാണ്? അങ്ങനെ പോയാലും പഠിക്കലെത്തില്ല, അതിന് മുമ്പ് തിരിച്ചു വരും. ഇല്ലേ, പഠിക്കലും കൂടി എത്തില്ല. അപ്പൊ അതിനുള്ള യോഗ്യത അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ. പക്ഷെ അവരൊക്കെ എന്താണ്, ആ സ്പിരിച്വൽ ക്രെഡിറ്റ് അവർക്ക് ഉള്ളത് കാരണമാണ് അങ്ങനത്തെ ആ ഒരു സ്റ്റെപ്പ് എടുക്കാനും ആ തലത്തിലേക്ക് ഉയരാനും അവർ പറ്റിയത്. നമുക്ക് പറ്റും, എന്തുകൊണ്ട് പറ്റില്ല? പ്രഭുപാദ പറഞ്ഞില്ലേ, I lost one family, but I got thousands of families. ഒരു ഫാമിലി എനിക്ക് relinquish ചെയ്യേണ്ടി വന്നുള്ളൂ, സാക്രിഫൈസ്. പക്ഷെ I got thousands of families. എത്ര മക്കളാണ് എനിക്ക് കിട്ടിയത്, എത്ര ഡിസൈപ്പിൾസ് ആണ് കിട്ടിയത്. സോ ആ തലത്തിലേക്ക് ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാം ഒന്നാണ്, അവർ ഈക്വിപ്പോയ്സറാണ്. അപ്പൊ തലത്തിലേക്ക് വളരണമെങ്കിൽ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യണം സ്ട്രിക്ട്ലി. എന്നാൽ മാത്രമേ, അല്ലാണ്ട് നമ്മളത് തമാശ കളിച്ചാൽ ഈ തമാശ അങ്ങനെ ജന്മജന്മാന്തരം കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്ലോലി ആൻഡ് ഗ്രാജുവലി, നോട്ട് ഓവർനൈറ്റ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മുടെ എല്ലാവരേലും ആ ഇരുമുടിക്കെട്ടുണ്ട്, നല്ലതും ചീത്തയായിട്ടുള്ള ആ പയസ് ആൻഡ് ഇംപയസ് അല്ലെ കർമ്മഫലങ്ങളുണ്ട്. ഇരുമുടിക്കെട്ട്, ഒന്ന് പയസ്, ഒന്ന് ഇംപയസ്. രണ്ടും ഇല്ലാതേക്കണം, രണ്ടും പാടില്ല, രണ്ടും സീറോ ആക്കണം. ബാലൻസ് ഷീറ്റിൽ രണ്ടും സീറോ ആക്കണം, ഡെബിറ്റ് ക്രെഡിറ്റും സീറോ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് സ്പിരിച്വൽ ക്രെഡിറ്റ് ആവാം. നോട്ട് പയസ് ഓർ ഇംപയസ്, സ്പിരിച്വൽ ക്രെഡിറ്റ്. യെസ്. അങ്ങനെ നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ആ തലത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് തന്നെ വേണം. പ്രാക്ടീസ് ചെയ്യാണ്ട് പറ്റില്ല. അറ്റ്ലീസ്റ്റ് സം പ്രോഗ്രസ് ഷുഡ് ബി ദർ. നോട്ട് ഡെയിലി ബേസിസ്, അറ്റ്ലീസ്റ്റ് ഇയർലി ബേസിസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു ഇത് നോക്കുമ്പോൾ ഈ കൊല്ലം നമ്മൾ എത്ര പ്രോഗ്രസ് ചെയ്തു, നമ്മുടെ ചാൻറ്റിങ്ങിൽ, നമ്മുടെ റീഡിങ്ങിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ ക്യാരക്ടറിൽ, ഓക്കെ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, ഇതൊക്കെ അറ്റ്ലീസ്റ്റ് കുറേശ്ശെ നമുക്ക് നോക്കുമ്പോൾ വി ഷുഡ് ഹാവ് ഇംപ്രൂവ്ഡ് ഫ്രം ലാസ്റ്റ് ഇയർ. ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ, നമ്മൾ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ, ഹൗ ഫാർ വി ഹാവ് പ്രോഗ്രസ്ഡ്. നമ്മൾ തന്നെ, ഓ യെസ്, ദേഷ്യം അന്ന് ഒരു കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു, ഇന്ന് ദേഷ്യം എങ്ങനെയാണ്, കുറവുണ്ടോ, കൂടുതലാണോ,
ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അവനവനെ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് അറിയാൻ പറ്റും. അല്ല, അല്ലാണ്ട് വെറും ലിപ് സർവീസ് ഇത് മാത്രം കാര്യമില്ല. ഞാൻ ചെയ്യുന്നതാണ്, അത് വേറെ കാര്യം. ഞാൻ പറയാൻ എനിക്ക് പറയാലോ. ഭഗവാൻ പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പൊ പ്രഭുപാദ് പറയുന്നത് ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്. So that's it. So next 28. वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। अनंत कोटि वैष्णव की जय। श्रील प्रभुपाद की जय। गुरु महाराज की जय। गो प्रेमानंद।